നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നലെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇന്നലത്തെ ടാസ്ക് ഞാൻ കണ്ടായിരുന്നു, ഉല്ലാസയാത്ര. അപ്പോൾ കാറിൻ്റെ അകത്ത് കയറി എത്ര നേരം അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ, അതായിരുന്നു ടാസ്ക്. ആ ടാസ്ക് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആര്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടാസ്കിലും കള്ളത്തരം കാണിക്കുകയും മറ്റുള്ളവരെ എന്താ പറയുക, ഇപ്പം മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ആര്യൻ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ആ നൂറ ഇന്നലെ നല്ല വെറുപ്പിക്കലായിരുന്നു. നൂറയുടെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ നൂറയുടെ ഇന്നലത്തെ ആ കളിയിൽ എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നി. കാരണം ആ ആര്യനും നൂറയും കൂടെ ചേർന്ന് ആ പാവ അനീഷേട്ടന് ഇങ്ങനെ എന്താ പറയുക, ഒരു ഇരുത്താൻ പോലും സ്ഥലം കൊടുക്കാത്ത രീതി ഇങ്ങനെ തള്ളുകയും ഡോറ് തുറക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ട് അനീഷേട്ടന് ഇട്ട് വിഷമിപ്പിക്കായിരുന്നു. അനീഷേട്ടൻ്റെ ദേഹത്ത് ഇങ്ങനെ കയറിയിരിക്കുകയും അനീഷേട്ടൻ്റെ സൈഡ് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. രണ്ടുപേരും ഭയങ്കര ഉപദ്രവമായിരുന്നു. കൂടുതൽ രണ്ടും ഓവറായിരുന്നു ഇന്നത്തെ ടാസ്കിൽ. ആര്യൻ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് ചവിട്ടി നൂറെ ഇങ്ങനെ തള്ളി അനീഷേട്ടനെ പുറത്ത് ഇരുത്തുകയും അങ്ങനെ അനീഷേട്ടന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അലമ്പ് ടാസ്ക് ആയിരുന്നു ഇന്നലത്തെ. കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പക്ഷെ എന്നാലും അനീഷേട്ടനെ ഞാൻ സമ്മതിച്ച്, എത്ര ഇതുണ്ടെങ്കിൽ പോലും അനീഷേട്ടൻ ആ ടാസ്കിൽ നിന്ന് പിന്മാറിയില്ല, എത്ര വിഷമം ഉണ്ടായിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് അനീഷേട്ടൻ പറഞ്ഞു, ഞാനൊരിക്കലും ഒരു സ്ത്രീയെ ഒരു ഇതായിട്ട് ചെയ്യത്തില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞു. നൂറ തോളിൽ കൂടെ കൈ കിടുമ്പോൾ അനീഷേട്ടൻ അങ്ങനെ ഇതായിട്ട് തോന്നില്ല. പക്ഷെ ഇങ്ങനെ തള്ളുമ്പോൾ അനീഷേട്ടൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയോടും ഒരു അവമര്യാദയായിട്ട് ഞാൻ പെരുമാറത്തില്ല. അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് ചില സമയത്ത് അനുമോള് വന്നു. അനുമോളെ എന്ത് പറഞ്ഞാലും അക്ബർ എന്ന് പറഞ്ഞവൻ എന്താ പറയുക, അയാൾക്ക് നല്ലൊരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയല്ല. അയാൾ എന്താ പറയുക, ഈ മറ്റുള്ളവ ഇത് ഷാനവാസിക്ക് പേരിട്ടാണ് ശവന്തീനി, മറ്റുള്ളവരെ കടിച്ചു കീറി തിന്നാനായിട്ട് കഴിയുന്ന ഒരാളാണ് അക്ബർ. അനുമോളെ പറ്റി പാട്ട് പാടുക, PR എന്ന് പറഞ്ഞ് പല പേര് പറഞ്ഞ് കളിയാക്കാം. ഈ PR കാര്യം പറഞ്ഞത് ബിന്നിയാണ്. ഈ ബിന്നിന് അക്ബർ വിളിക്കുന്നത് കുത്തിത്തിരിപ്പ്, പാഷാണത്ത് ക്രിമി, അങ്ങനെ പല പേരുകളാണ് അക്ബർ വിളിക്കുന്നത്. അപ്പോൾ ഈ ബിന്നി പറഞ്ഞുള്ള അറിവാണ് ഇത്. ബിന്നി പറഞ്ഞ അനുമോൾക്ക് PR ഉണ്ട്, 16 ലക്ഷം രൂപ കൊടുത്തത്. ഈ ബിന്നിന് അക്ബർ പല പേരുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ബിന്നി പറഞ്ഞുള്ള അറിവാണത്. അങ്ങനെ അതും പറഞ്ഞ് പല പാട്ടുകളൊക്കെ ഉണ്ടാക്കുക, അനുമോളെ വെറുതെയിട്ട് വിഷമിപ്പിക്കുക. ഈ നെവിൻ, ആര്യൻ, അക്ബർ ഇവർ 3 പേരും അനുമോളുടെയും അനീഷേട്ടൻ്റെയും പുറകെ മാത്രമേ പോകത്തുള്ളൂ. കൂടുതലും അനുമോളുടെയാണ്. അനീഷേട്ടൻ നല്ലപോലെ കൊടുക്കും, പക്ഷെ അനുമോളുടെ പുറകിലാണ് കൂടുതൽ ഇവർ ചെല്ലുന്നത്. കാരണം ഈ 3 ആളുകളും അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ ഭയക്കുന്നതാണ്. കാരണം അനുമോള് ഇപ്പോൾ കോവിഡ് സമയം ഒക്കെ ആയപ്പം സ്റ്റാർ മാജിക്കിന് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു, നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അതോടെ അനുമോള് കേരളത്തിൽ ഒരുവിധമൊക്കെ ഫേമസ് ആണ്, ഇപ്പോഴും ഫേമസ് ആണ്. അതുപോലെ അനുമോളുടെ ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ട്, അതിന് നല്ല ഏകദേശം 30 മില്യൺ വ്യൂസ്, 3 മില്യൺ സംതിങ് വ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അനുമോള് കേരളത്തിൽ ഒരു ഫേമസ് ആണ്. ഈ ആര്യൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് അറിയാം. പക്ഷെ ഞാൻ ആര്യൻ്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പണ്ട് ഏതാണ്ട് ഒരു എന്തുവായിരുന്നു KP എന്നുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് അഭിനയിച്ചത് ആര്യനാണെന്ന് അറിയുന്നത് ഇപ്പോൾ ഈ ഇതിലാണ്. അല്ലാതെ ആര്യനെ അങ്ങനെ ആർക്കും അറിയത്തില്ല, അക്ബറിനെയും അറിയത്തില്ല. നിവിൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ്. അതിനകത്ത് ആകെ ആളുകൾക്ക് അറിയാവുന്നത് അനുമോൾ, ഷാനവാസ് ഇവരെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ മറ്റേ ശാരിക, രേണു ഇവരൊക്കെ ആദ്യം പോയി. ഇപ്പം ആളുകൾ അറിയാവുന്ന ആള് ഷാനവാസിക്കയും അനുമോളാണ്. അപ്പം ഈ 3 ആളുകളും അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഭയക്കുന്നവരാണ്. എല്ലാവർക്കും അറിയാം അനുമോൾ ടോപ്പ് 5 എത്തും. അതുകൊണ്ട് അനുമോളുടെ പുറകെ ചെന്ന കണ്ടന്റ് ഉണ്ടാക്കാം, കുറച്ചും കൂടെ ഫേമസ് ആകാം. ഇത് ഉദ്ദേശിച്ചാണ് തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ അനുമോളുടെ പുറകെ പോകാം.
അനുമോള് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനുമോള് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ആ കാര്യത്തിൽ അനുമോളോട് ഭയങ്കര റെസ്പെക്റ്റാണ്. പിന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ലാലേട്ടൻ നടത്തുന്നില്ല. നെവിൻ്റെ കാര്യം ചോദിക്കുക, എന്താണ് ഇങ്ങനെ നെവിനെ ഇങ്ങനെ ഓമനിച്ച് താലോചിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക ലാലേട്ടൻ. അവസാനം ലാലേട്ടൻ പറയും നീ അവിടെ ഇരുന്നോന്ന് പറയും, നീ സേവ് ആണെന്ന് പറയും. പക്ഷെ നെവിൻ പുറത്താണെന്നാണ് അറിയുന്നത്. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നത് ആര്യൻ എവിറ്റ് ആയെന്നാണ്. ആര്യൻ എവിറ്റ് ആകുന്നതാണ് നല്ലത്. ആര്യൻ പോയി കഴിഞ്ഞാൽ അക്ബറിന്റെ പത്തി കാണുന്നത്. അക്ബറിന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ടുള്ള ഒരു ധൈര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ നമ്മുടെ ഷാനവാസിക്ക തിരിച്ചു വരുന്നു ഉണ്ട്. ഷാനവാസിക്ക വന്നാലേ ആ വീട്ടിൽ സമാധാനവും അനുമോൾക്കൊരു ധൈര്യവും കിട്ടത്തുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ഒരു സംശയമാണ്, ഈ ആദില നൂറ അനുമോള് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, എനിക്ക് അവരെ അത്ര ഒരു വിശ്വാസം പോരാ. കാരണം അവർ അനുമോളുടെ കാര്യത്തിലൊന്നും അവർ ഇടപെടാറില്ല. അല്ലാതുള്ള പരദൂഷണങ്ങളിൽ മാത്രമാണ് ഇവർ മൂവരും ഒരുമിച്ചുള്ളത്. അക്ബറിനെയും ആര്യനെയും നെവിനെയൊക്കെ പരദൂഷണം പറയാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഇവർ ഒരുമിച്ചുള്ളത്. അല്ലാതെ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത് ഈ നൂറയും ആദിലും ഒന്നും ഇടപെട്ടില്ല. അത് എനിക്കൊരു ഇത് തോന്നി. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണ്. അനുമോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും വന്ന് സംസാരിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഷാനവാസിക്കൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ അനീഷായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം ഈ അക്ബർ കുറച്ച് നാൾ മുമ്പേ അനുമോള് ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു, പുറകെ ചെല്ലുമായിരുന്നു വഴക്കിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാലേട്ടൻ പറഞ്ഞ് അനുമോളുടെ കാര്യം ചോദിച്ചപ്പോൾ ആദിലും നൂറയും അക്ബറിൻ്റെ കാര്യം മിണ്ടിയില്ല, ആരും മിണ്ടാതിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞത് അനീഷേട്ടനാണ്. അനീഷേട്ടൻ പറഞ്ഞ് എനിക്കും തോന്നിയിട്ടുണ്ട് അക്ബർ കുറേ നാളായിട്ട് ഈ അനുമോളുടെ പുറകെ ചെന്ന് അനുമോളെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞത് അനീഷേട്ടൻ മാത്രമേ ഉള്ളൂ, അവർ മിണ്ടിയില്ല. അപ്പോഴൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണെന്ന്. ലാലേട്ടൻ ആകെ കടുപ്പിച്ച് സംസാരിച്ചൊരു എപ്പിസോഡ് ലക്ഷ്മിയുടെ ഇതിൽ മാത്രമുള്ളായിരുന്നു. മറ്റേ എന്താ പറയുക, മറ്റേ ആദിലനൂറ വീട്ടിക്കല്ല അതിൻ്റെ. അപ്പോൾ ഈ ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നെവിൻ ഉണ്ടാക്കുന്നത്. ആ നെവിനെ വളരെ സ്നേഹത്തോടെ ശകാരിക്കുക, കൊടുക്കേണ്ട പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പ്രോമോ ഭയങ്കര സംഭവമായിട്ട് വരും, പക്ഷെ എപ്പിസോഡ് ഫ്ലോപ്പായിരിക്കും, മടുപ്പായിരിക്കും. എല്ലാത്തിനും ഇങ്ങനെ ഗുണദോഷിച്ചു വിടും. അനുമോളെ വഴക്ക് പറയും. ഷാനവാസിക്ക ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലാതെ ഷാനവാസിക്കയുടെ നെഞ്ചത്തോട്ട് ലാലേട്ടൻ കയറിയാണ്. എന്തായാലും അനീഷേട്ടൻ കപ്പ് കൊണ്ടുപോകണം. ഷാനവാസിക്ക തിരിച്ചു വന്നാൽ ഷാനവാസിക്ക കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ആ വീട്ടിലെ ഒരു പൊതുശല്യമായ നെവിനെയും ആര്യനെയും അക്ബറിനെയും എത്രയും വേഗം ആ വീട്ടിൽ നിന്നും പുറത്താക്കണം. കാരണം ഒരു പെൺകുട്ടിയെ വളരെ രീതിയിൽ എത്ര ഇതായാലും ഒരുപാട് പ്രാവശ്യം ഈ നെവിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് അനുമോളുടെ പുറകിൽ ഇങ്ങനെ നടക്കുക. ഇന്നലെ അനുമോളുടെ കബോർഡിലിരുന്ന എന്തോ തൈര് യോണേഴ്സ് അതൊക്കെ എടുക്കുകയും അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിരുന്നു നെവിനും അനുമോളും. എപ്പോൾ ചെന്നാലും നെവിൻ അനുമോളുടെ പുറകിൽ ചെന്ന് വഴക്കുണ്ടാക്കുക. അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും വരും. കാരണം ഈ 3 ആളുകളും അനുമോളെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അക്ബറിനെയും ആര്യനെയും നെവിനെയും പുറത്താക്കി വിടുക. ഇനി ആ വരുന്ന പ്രേമോ നെവിനെ നല്ല രീതിയിൽ വഴക്ക് പറയുകയും പണിഷ്മെൻ്റ് കൊടുക്കുകയും പുറത്താക്കുന്ന രീതിയിലുള്ള പ്രൊമോ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസിക്ക് ഇന്നോ നാളെ വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പെട്ടെന്ന് നടക്കട്ടെ. അപ്പം നെവിനെ നമുക്ക് പുറത്താക്കണം.